US വ്യാപാര കരാറിൽ കൂടുതൽ പുനർക്രമീകരണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കി കേന്ദ്രം. ഇക്കഴിഞ്ഞ കുറച്ചധികം നാളുകളിലായി തന്നെ ഇന്ത്യക്ക് മേൽ ട്രംപ് ആകട്ടെ ടാരിഫ് ഒരു ആയുധമാക്കി പല രീതിയിലും ഇന്ത്യയെ ട്രംപിന്റെ വരുതിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിൽ പോലും ഇന്ത്യ ആകട്ടെ ഇതിൽ കടുത്ത നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അതിൽ നിന്ന് പിന്നോട്ട് പോകാതെ അടിയുറച്ച നിലപാട് തന്നെ സ്വീകരിച്ചു. ട്രംപിന്റെ പകരം തീരുവ US സുപ്രീം കോടതി റദ്ദാക്കിയതിന് പിന്നാലെയാണ് പല രാജ്യങ്ങൾ പോലും ഇതിനെ എതിർത്തും അതേപോലെ തീരുവ വിഷയം അതിൽ വ്യക്തത വരുത്തുന്നതുവരെ തങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് US-ഉമായുള്ള വ്യാപാര കരാറിലെ തുടർ നടപടികൾ മരവിപ്പിക്കാൻ ഒരുങ്ങിയത്. യൂറോപ്യൻ യൂണിയന്റെ തീരുമാനമാകട്ടെ ശക്തമായ ഒരു വെല്ലുവിളിയായി തന്നെ ട്രംപിന് മാറുകയും ചെയ്തിരുന്നു. അതേസമയം ഇന്ത്യയുടെ നിലപാട് ഇങ്ങനെയാണ്. US-ഉമായി സാധ്യമായ ഏറ്റവും മികച്ച വ്യാപാര കരാറിനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്നതായിരുന്നു പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയത്. വ്യാപാര കരാറിൽ ട്രംപ് ഭരണകൂടം ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും തീരുവ വിഷയത്തിൽ US-ന് മുന്നിൽ ഇനിയും സാധ്യതകളുണ്ട്. അടുത്തയാഴ്ച വേണമെങ്കിൽ അവർക്ക് തീരുവ 15% വർദ്ധിപ്പിക്കാം. നിലവിലെ സാഹചര്യങ്ങൾ മറയുകയാണെങ്കിൽ കരാർ പുനഃക്രമീകരിക്കാം എന്നതാണ് ഇരു രാജ്യങ്ങളുടെയും നിലപാടെന്നായിരുന്നു വ്യക്തമാക്കിയത്. കരാറിലെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തും എന്നതായിരുന്നു ഇടക്കാല ധാരണയിൽ തന്നെ ഉണ്ടായിരുന്നത്. സാഹചര്യങ്ങൾ മാറിയാൽ കരാറിൽ മാറ്റം വരും എന്നതാണ് ഇന്ത്യ US സംയുക്ത പ്രസ്താവന പറയുന്നതെന്നും വ്യക്തമാക്കി വിശദീകരിച്ചിരുന്നു. ഇന്ത്യക്കെതിരെയുള്ള പുതിയ 10% തീരുവ പ്രാബല്യത്തിൽ വരും എന്നതിന് ശേഷം തന്നെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ US വാണിജ്യ സെക്രട്ടറിയായ ഹൊവാർഡ് ലൂട്ടിസ്കുമായി തന്നെ ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോറുമായും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും അതേപോലെ സാമ്പത്തിക സഹകരണം വളർത്തുവാനും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾക്കാണ് അവിടെ വലിയൊരു രീതിയിൽ കളമൊരുങ്ങിയത്. എന്നാൽ മറ്റൊരു വിലയിരുത്തൽ ഇങ്ങനെയാണ്. ഇക്കാര്യത്തിൽ വ്യക്തത വരണമെന്ന് അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്ന് UK നിലപാടെടുക്കുകയായിരുന്നു. ഇന്ത്യയും മുൻകൂട്ടി തന്നെ നിശ്ചയിച്ച ചർച്ചകൾ നീട്ടിവെക്കാൻ തീരുമാനിക്കുകയും സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വ്യാപാര കരാറിലെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുമെന്ന് തന്നെ ആവശ്യമുണർന്നെങ്കിൽ പോലും ഇക്കാര്യത്തിൽ സർക്കാർ ഇതുവരെ പ്രതികരിച്ചില്ല എന്നതായിരുന്നു മറ്റൊരു വാസ്തവം. അതേസമയം US-ഉമായുള്ള ഇടക്കാല വ്യാപാര കരാർ ഒപ്പിടാനിരിക്കെയാണ് ഇത്തരത്തിൽ നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടത്താനായി ഒരുങ്ങിയത്. വ്യാപാരമായ അല്ലെങ്കിൽ ഇത്തരത്തിൽ സന്ദർശനത്തിനായിട്ടാണ് വ്യാപാരപരമായ കാര്യങ്ങളിലുള്ള സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് എത്തിയതെന്നും വിവരങ്ങൾ ലഭ്യമാകുന്നു. ട്രംപിന്റെ പകരം തീരുവ US സുപ്രീം കോടതി റദ്ദാക്കിയ സാഹചര്യത്തിൽ വ്യാപാര ചർച്ചകൾ ഇന്ത്യ എന്തു നിലപാട് സ്വീകരിക്കുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. തീരുവയുടെ കാര്യത്തിൽ വ്യക്തത ലഭിച്ച ശേഷം വ്യാപാര ചർച്ച ആരംഭിക്കുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോയൽ വ്യക്തമാക്കിയത്. പകരം തീരുവ ഒഴിവായതിന് പിന്നാലെ തന്നെ 10% അധിക തീരുവയാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. ഇത് ഏത് നിമിഷം വേണമെങ്കിലും 15% തന്നെ വർദ്ധിക്കാമെന്നും വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഫലത്തിൽ തീരുവയുടെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത അകലെ തന്നെയാണ് നിൽക്കുന്നതും. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രം ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.